ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളിൽ ബിൽഡിംഗ് കോഡ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായി കണ്ടിരുന്നു. അപ്പോൾ KMBRൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തതാണ്. പ്രീവിയസ് ഇയർ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിലും ടോപ്പിക്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഫുൾ കോഡ് വായിച്ച് എല്ലാം പഠിക്കുക അല്ലെങ്കിൽ എല്ലാ ഡയമെൻഷൻസ് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് പഠിക്കുക. പിന്നെ ബാക്കി ഞാൻ ക്വസ്റ്റ്യൻസ് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നാഷണൽ ബിൽഡിംഗ് കോഡിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് കവർ ചെയ്യാതെ ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വിശദമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. KMBR പോലെ തന്നെ ഫസ്റ്റ് നാഷണൽ ബിൽഡിംഗ് കോഡ്സിൽ ഓരോ പാർട്ടിലും കൊടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആണ്. ഇതെല്ലാ പാർട്സിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ലൈൻ. ബിൽഡിംഗ് ലൈൻ എന്ന് പറയുന്നത് ദ ലൈൻ അപ് ടു വിച്ച് ദ പ്ലിന്ത് ഓഫ് ദി ബിൽഡിംഗ് അഡ്ജോയിനിങ് എ സ്ട്രീറ്റ് ഓർ എക്സ്റ്റൻഷൻ ഓഫ് എ സ്ട്രീറ്റ് മേ ലോഫുള്ളി എക്സ്റ്റെൻഡ്. അതായത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് നമുക്ക് സ്ട്രീറ്റിലോട്ട് എത്ര വരെ മാക്സിമം ലോഫുള്ളി ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അതിനെ മാർക്ക് ചെയ്യുന്ന ലൈനിൻ്റെ പറയുന്ന പേരാണ് ബിൽഡിംഗ് ലൈൻ. അതായത് ബിൽഡിംഗ് ലൈനിന് മുന്നോട്ട് നമുക്ക് നമ്മുടെ ബിൽഡിങ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് സർവീസ് റോഡ്. സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ റോഡ് ഓർ ലെയിൻ പ്രൊവൈഡഡ് അറ്റ് ദ റിയർ സൈഡ് ഓർ ദ സൈഡ് ഓഫ് എ പ്ലോട്ട് ഫോർ ദ സർവീസ് പർപ്പസ്. ഡിഫറെൻറ്റ് സർവീസ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ പുറകുവശത്തായിട്ടോ കൊടുക്കുന്ന റോഡ് അല്ലെങ്കിൽ സ്ട്രീറ്റിനെ പറയുന്ന പേരാണ് സർവീസ് റോഡ് അല്ലെങ്കിൽ സർവീസ് സ്ട്രീറ്റ് എന്ന് പറയും. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, ദാറ്റ് ഇസ് സെറ്റ് ബാക്ക് ലൈൻ. സെറ്റ് ബാക്ക് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബൗണ്ടറി ലൈനിന് യൂഷ്വലി പാരലൽ ആയിരിക്കും. ഇത് സെറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് അതോറിറ്റി ആയിരിക്കും. ആരാണ് റോഡിൻ്റെയൊക്കെ അതോറിറ്റി ആരാണ് വരുന്നത്, അവരുടെ ആയിരിക്കും സെറ്റ് ബാക്ക് ലൈന് ഡിസൈഡ് ചെയ്യുക. സെറ്റ് ബാക്ക് ലൈനിന് പുറത്തോട്ട് സ്ട്രീറ്റിലോട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്യാനേ പറ്റില്ല. സോ റോഡിൽ നിന്നും എത്ര മാറി ആയിരിക്കണം, അതാണ് സെറ്റ് ബാക്ക് ലൈൻ. നമ്മുടെ കൺസ്ട്രക്ഷൻ എത്ര മാറി ആയിരിക്കണം അതിനെ പറയുന്ന പേരാണ് സെറ്റ് ബാക്ക് ലൈൻ. അടുത്തത് ഡിഫറെൻറ്റ് പ്ലാൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് KMBRൻ്റെ വീഡിയോയിലെല്ലാം കണ്ടതാണ്. പക്ഷേ വാല്യൂസ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്. അപ്പോൾ പെർമിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെൻറ്റ് പ്ലാൻസ് നമ്മൾ വെക്കണം അതർ ദാൻ ദ ബിൽഡിംഗ് പ്ലാൻ. ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് കീ പ്ലാൻ ആണ്. കീ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു. ജസ്റ്റ് ഡയറക്ഷൻ, സ്ട്രീറ്റ് എവിടെയാണ്, റോഡ് എങ്ങോട്ടാണ്, അതെല്ലാം കാണിക്കുന്ന പ്ലാനിനെ പറയുന്ന പേരാണ് കീ പ്ലാൻ. കീ പ്ലാനിന് സ്കെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി സ്കെയിൽ ഇല്ല എന്നുള്ളതാണ് PSCയുടെ ആൻസർ. പക്ഷേ KMBRൽ കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഷുഡ് ബി ഡ്രോൺ ടു എ സ്കെയിൽ നോട്ട് ലെസ് ദാൻ 1/10,000 ആണ്. അതുപോലെ തന്നെ മിനിമം ഡയമെൻഷൻ ഇൻ ദ കീ പ്ലാൻ എന്ന് പറയുന്നത് 75 mm കുറയാനും പാടില്ല. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് കീ പ്ലാനിന് സ്കെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി കീ പ്ലാനിന് സ്കെയിൽ ഇല്ല. ഇത് ശരിക്കും സ്കെയിലിൽ വരയ്ക്കുന്ന ഒരു ഇതല്ല. നോർത്ത് ഡയറക്ഷൻ കാണിക്കുക അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റോഡ്സ് എങ്ങോട്ടാണെന്ന് കാണിക്കുക, എല്ലാം എവിടെയാണെന്നൊന്ന് സ്കെച്ച് ചെയ്ത് കാണിക്കുക നമ്മുടെ ബിൽഡിങ്ങിനെ റെസ്പെക്റ്റ് ആയിട്ട്. അതിനാണ് കീ പ്ലാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൈറ്റ് പ്ലാൻ ആണ്. സൈറ്റ് പ്ലാനിൻ്റെ സ്കെയിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1/500. KMBR ഇതിൻ്റെ വാല്യൂ 1/400 ആയിരുന്നു. സൈറ്റ് പ്ലാൻ 1/400 കുറയാൻ പാടില്ല അതിൻ്റെ സ്കെയിൽ. അപ്പോൾ 1 ഹെക്ടർ ആണെങ്കിലാണ് 1/500. 1 ഹെക്ടറിനേക്കാളും കൂടുതലാണെങ്കിൽ 1/1000 കുറയാൻ പാടില്ല സൈറ്റ് പ്ലാൻ്റെ സ്കെയിൽ. അടുത്തത് പ്ലാൻ വരയ്ക്കുമ്പോൾ ഡിഫറെൻറ്റ് ഓരോ പാർട്സിനെയും അല്ലെങ്കിൽ കമ്പോണൻസിനെയും ഓരോ ലൈൻസ് വെച്ചിട്ടായിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ പ്ലോട്ടിൻ്റെ ലൈൻസ് ആണ്, അതായത് ബൗണ്ടറീസ് അങ്ങനെയുള്ള ലൈൻസ് ഒക്കെ ആണെങ്കിൽ തിക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും. എക്സിസ്റ്റിംഗ് സ്ട്രീറ്റ് ആണെങ്കിൽ ഗ്രീൻ കളർ ആയിരിക്കും. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്ട്രീറ്റ് ആണെങ്കിൽ അതും ഗ്രീൻ കളർ ആയിരിക്കും, പക്ഷെ ഡോട്ടഡ് ആയിരിക്കും. അതുപോലെ പെർമിസിബിൾ ബിൽഡിംഗ് ലൈൻ, അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന പെർമിസിബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് ലൈൻസ് തിക്ക് ഡോട്ടഡ് ബ്ലാക്ക് ആയിരിക്കും. ഓപ്പൺ സ്പേസസ് ആണെങ്കിൽ കളറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കും. എക്സിസ്റ്റിംഗ് വർക്കോ പ്ലോട്ട് ലൈനും ബ്ലാക്ക് കളർ തന്നെ ആയിരിക്കും. അതുപോലെ നമ്മൾ ഡെമോളിഷ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും വർക്കാണെങ്കിൽ യെല്ലോ ഹാഷ്ഡ് ആയിരിക്കും. പ്രപ്പോസ്ഡ് വർക്കാണെങ്കിൽ റെഡ് ഫിൽഡ് ആയിരിക്കും. ഡ്രെയിനേജ് ആൻഡ് സീവർ വർക്കാണെങ്കിൽ റെഡ് ഡോട്ടഡ് ആണ്. വാട്ടർ സപ്ലൈ ബ്ലാക്ക് ഡോട്ടഡ് തിൻ ലൈൻസ് ആയിരിക്കും. വാട്ടർ സപ്ലൈ ബ്ലാക്ക് ഡോട്ടഡ്
തിൻ ലൈൻസ് ആയിരിക്കും. ഇതിനകത്ത് മറ്റേ KMBR നിന്നും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. KMBR ഇലക്ട്രിക് ലൈൻസിന് ഗ്രീൻ കളറായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ രണ്ടും നോക്കി ഓർത്തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിൽഡിംഗ് പ്ലാനാണ്. ഡിഫറെൻറ്റ് പ്ലാന് പെർമിറ്റിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബിൽഡിംഗ് പ്ലാനാണ്. ബിൽഡിംഗ് പ്ലാനിൻ്റെ സ്കെയിൽ ഒരിക്കലും 1/100 കുറയാൻ പാടില്ല. അടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ സെല്ലാറാണ്. ഇത് PSCയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. ദ ലോവർ സ്റ്റോറി ഓഫ് എ ബിൽഡിംഗ് ബിലോ ഓർ പാർട്ട്ലി ബിലോ ദ ഗ്രൗണ്ട് ലെവൽ, അതിനെ പറയുന്ന പേരാണ് ബേസ്മെൻറ്റ് അല്ലെങ്കിൽ സെല്ലാർ. നെക്സ്റ്റ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് the total covered area of the usable rooms at any floor excluding the wall. അതായത് നമുക്ക് കാർപ്പറ്റ് ഇടാൻ പറ്റുന്ന ഏരിയ, അതിനെ പറയുന്ന പേരാണ് കാർപ്പറ്റ് ഏരിയ. അതായത് വാളുള്ള ഏരിയ ഒഴിച്ച് ബാക്കി വരുന്ന ഫ്ലോർ ഏരിയ, ഏതൊരു ഫ്ലോറിലെ ഏരിയ പറയുന്ന പേരാണ് കാർപ്പറ്റ് ഏരിയ. നെക്സ്റ്റ് എന്ന് പറയുന്നത് കവേർഡ് ഏരിയ ആണ്. കവേർഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഏരിയ കവേർഡ് ബൈ ദ ബിൽഡിംഗ് ഇമ്മീഡിയറ്റ്ലി എബവ് ദ പ്ലിന്ത് ലെവൽ. ഇത് നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഫുട് പ്രിന്റ് ഓഫ് ദ ബിൽഡിംഗ്, അതിനെ പറയുന്ന പേരാണ് കവേർഡ് ഏരിയ. അല്ലെങ്കിൽ പ്ലിന്ത് ലെവലിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയ, അതിനെ പറയുന്ന പേര് കവേർഡ് ഏരിയ. കവേർഡ് ഏരിയയിൽ പെടാത്ത കുറേ ഉണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. അതൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യാം. ഫസ്റ്റ് പോർഷൻ. കവേർഡ് ഏരിയയിൽ വരാത്തത് ഗാർഡൻ, റോക്കറി, വെല്ല്, വാട്ടർ സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ഫൗണ്ടെയിന്, ബെഞ്ച്, ഓപ്പൺ സ്പേസസിൽ കൊടുത്തിരിക്കുന്ന ബെഞ്ച്, ഡ്രെയിനേജ്, കൾവേർട്ട്, എന്തെങ്കിലും ചേംബർ, ഗട്ടർ, ഗള്ളി പിറ്റ്, കോമ്പൗണ്ട് വാൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഗേറ്റ്, ഇതൊന്നും കവേർഡ് ഏരിയയിൽ പെടുന്നില്ല. അടുത്തത് ഫ്ലോർ ഏരിയ റേഷ്യോ. നമ്മൾ KMBR കണ്ടത് FSI വാല്യൂ ആയിരുന്നു. അതിൻ്റെ സിനോണിം തന്നെയാണ് ഫ്ലോർ ഏരിയ റേഷ്യോ. ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ടോട്ടൽ covered area on the all floors divided by area of the plot. It is a ratio of the total covered area on the all floors divided by area of the floor. Next one, mezzanine floor. It is also a previous year question. Mezzanine floor എന്ന് പറയുന്നത് intermediate floor between two floors of any building forming an integral part of the from below. രണ്ട് ഫ്ലോർസുകളുടെ മെയിൻ ഫ്ലോറുകളുടെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഫ്ലോർ, എന്നാൽ ആ ഫുൾ ഫ്ലോറുകളുടെ അത്രയും സൈസ് ഇവർക്ക് ഉണ്ടാവില്ല. അതിന് പറയുന്ന പേരാണ് മെസനൈൻ ഫ്ലോർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലിന്ത്. ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് എ സ്ട്രക്ചർ ബിറ്റ്വീൻ ദ സർഫസ് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ദ സർഫസ് ഓഫ് ദ ഫ്ലോർ. അതായത് ഗ്രൗണ്ടിൽ നിന്നും തൊട്ട് മേളിൽ വരുന്ന ഫ്ലോറിൻ്റെ സർഫസും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ടിൻ്റെ സർഫസും തമ്മിൽ ഉള്ള സ്ട്രക്ചറിനെ തമ്മിലുള്ള പോർഷനെ പറയുന്ന പേരാണ് പ്ലിന്ത്. അടുത്തത് ക്യാബിൻ. ഇറ്റ് ഈസ് ഓൾസോ എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ക്യാബിൻ എന്ന് പറയുന്നത് എ നോൺ റെസിഡൻഷ്യൽ എൻക്ലോഷർ കൺസ്ട്രക്റ്റഡ് ഫോർ നോൺ ലോഡ് ബിയറിംഗ് പാർട്ടീഷൻ. നോൺ ലോഡ് ബിയറിംഗ് പാർട്ടീഷന് വേണ്ടിയിട്ട്, താമസിക്കാനായിട്ടല്ല, നോൺ ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടീഷനായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്യാബിൻ. അടുത്തത് കനോപ്പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എൻട്രൻസിന് മുകളിലൂടെ റൂഫിൽ ഒരു പ്രൊജക്ഷൻ പോലെ കൊടുക്കുക, അതിനെ പറയുന്ന പേരാണ് കനോപ്പി. അടുത്തത് ബിൽഡിംഗ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ സ്പാറ്റിയൽ ലിമിറ്റ് അപ് ടു വിച്ച് ദ ബിൽഡിംഗ് മേ ബി പെർമിറ്റഡ് ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ എ പ്ലോട്ട്. അതായത് സ്പേസിൽ നമ്മൾ നേരത്തെ ബിൽഡിംഗ് ലൈൻസ് അല്ലെങ്കിൽ സെറ്റ് ബാക്ക് ലൈനൊക്കെ കണ്ടതെന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻസ് ഓഫ് ലിമിറ്റ്സ് ആയിരുന്നു. ഇത് സ്പാറ്റിയൽ ലിമിറ്റാണ്. അതായത് സ്പേസിൽ എത്ര ലിമിറ്റിൽ നമുക്ക് ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ഹൈറ്റ് ഒക്കെ ഇതിനകത്ത് മാക്സിമം ഹൈറ്റ് ഇത്രേ പറ്റുമോ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ബിൽഡിംഗ് എൻവലപ്പ്. അടുത്തത് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്ലോട്ട്സ് ഓഫ് ദ ഡെല്ലിംഗ് യൂണിറ്റ്സ് ഓഫ് ദ ഹൗസിംഗ് ഗ്രൂപ്പ്ഡ് അറൗണ്ട് എ ഓപ്പൺ സ്പേസ്. ഒരു ഓപ്പൺ സ്പേസിൽ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്ലോട്ട്സിനെ പറയുന്ന പേരാണ് ക്ലസ്റ്റർ. അടുത്തത് ഡെൻസിറ്റി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന റെസിഡൻഷ്യൽ ഡെൻസിറ്റിയാണ്. എപ്പോഴും റെസിഡൻഷ്യൽ ഡെൻസിറ്റി കണക്കാക്കുന്നത് നമ്പർ ഓഫ് ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് പെർ ഹെക്ടർ ആണ്. ഒരു ഹെക്ടറിൽ എത്ര ഡ്വെല്ലിംഗ് യൂണിറ്റ് ഉണ്ട്. അടുത്തത് ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ
4 വശത്തും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ബിൽഡിങ്സിനെ പറയുന്ന പേരാണ് ഡിറ്റാച്ച്ഡ് ബിൽഡിങ്. സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ 3 സൈഡ്സിൽ മാത്രമേ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. അടുത്തത് ഡ്വെല്ലിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ടെനമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഒരു ഹൗസിംഗ് യൂണിറ്റിനെ പറയുന്ന പേരാണ് ടെനമെന്റ്. ഇപ്പോൾ ഒരു വലിയൊരു അപ്പാർട്ട്മെന്റിൽ ഓരോരോ ഫ്ലാറ്റുകളുണ്ടാവും. അപ്പോൾ അതിന് വേണമെങ്കിൽ ടെനമെന്റ് എന്ന് പറയും. കാരണം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ലിവിങ് ഏരിയ, ഒരു കുക്കിംഗ് ഏരിയ, ഒരു സാനിറ്ററി ഏരിയ ഒക്കെ ഉണ്ടാവും. അതിനെയാണ് ടെനമെന്റ് അല്ലെങ്കിൽ ഡ്വെല്ലിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഹൗസിംഗ് യൂണിറ്റ് ആണ്. അടുത്തത് ഗാലറി പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഓഡിറ്റോറിയങ്ങൾക്കും അതുപോലെ തന്നെ സിനിമ ഹാൾസിനൊക്കെ ഉള്ള ഗാലറി തന്നെയാണ്. ഇറ്റ് ഈസ് എൻ ഇൻ്റർമീഡിയറ്റ് ഫ്ലോർ ഓർ എ പ്ലാറ്റ്ഫോം പ്രൊജക്റ്റിംഗ് ഫ്രം ദ വാൾ ഓഫ് ദ ഓഡിറ്റോറിയം ഓർ എ ഹാൾ, പ്രൊവൈഡിങ് എക്സ്ട്രാ ഫ്ലോർ ഏരിയ, അഡീഷണൽ സീറ്റിംഗ്, അക്കോമഡേഷൻസ് എക്സെട്ര. സോ ഗാലറിയിലിരുന്ന് സിനിമ കാണുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അടുത്തത് ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ സ്ട്രക്ചർ പ്രൊവൈഡിങ് ഇൻ്റർമീഡിയറ്റ് സ്റ്റോറേജ് സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ ഫ്ലോർസ് വിത്ത് എ മാക്സിമം ഹൈറ്റ് ഓഫ് 1.5 മീറ്റർ വിത്തൗട്ട് ഹാവിംഗ് പെർമനൻറ്റ് അക്സസ്. അതായത് സ്റ്റോറേജ് പർപ്പസിന് വേണ്ടിയിട്ട് മാക്സിമം ഒരു 1 ഹൈറ്റ് വരെ നിർമ്മിക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് അകത്ത് കയറാനും ഒന്നും പറ്റത്തില്ല, പക്ഷേ സ്റ്റോറേജ് പർപ്പസിനായിട്ട് കുറച്ച് ഏരിയ ബിറ്റ്വീൻ 2 ഫ്ലോർസ്, അതിനെ പറയുന്ന പേരാണ് ലോഫ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലിന്ത് ഏരിയ. ദ ബിൽഡപ്പ് കവേർഡ് ഏരിയ മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽസ് ഓഫ് ദ ബേസ്മെന്റ് ഓർ എനി ഓഫ് ദ സ്റ്റോറി ഈസ് കോൾഡ് ആസ് ദ പ്ലിന്ത് ഏരിയ. ബിൽഡപ്പ് കവേർഡ് ഏരിയ അറ്റ് ഫ്ലോർ ലെവൽ ഓഫ് ദ ബേസ്മെന്റ് ഓർ എനി സ്റ്റോറി, ഇതിനെയാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അടുത്തത് റോ ഹൗസിംഗ് അല്ലെങ്കിൽ റോ ടൈപ്പ് ബിൽഡിങ്. ഇതിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. റോ ഹൗസിംഗിൽ മാക്സിമം എത്ര ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് പറ്റും? 10 ഡ്വെല്ലിംഗ് യൂണിറ്റ്സ് ആണ് റോ ഹൗസിംഗിൽ പറ്റുന്നത്. റോ ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റോ ആയിട്ട് കുറേ ഹൗസസ്, പക്ഷേ ഇവർക്ക് എല്ലാം 1 ഫ്രണ്ട് വിത്ത് ഓൺലി ഫ്രണ്ട്, റിയർ ആൻഡ് ഇൻറ്റീരിയർ ഓപ്പൺ സ്പേസസ് വെയർ ആപ്ലിക്കബിൾ. പക്ഷേ ഈ ബിൽഡിങ്സിനെല്ലാം കൂടി ഒരു ഫ്രണ്ട്, റിയർ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഓപ്പൺ സ്പേസസ് എല്ലാം കോമൺ ആയിരിക്കും. അതിനെ പറയുന്ന പേരാണ് റോ ഹൗസസ്. അടുത്തത് സെമി ഡിറ്റാച്ച്. നമ്മൾ നേരത്തെ കണ്ടതാണ് ബിൽഡിംഗ് ഡിറ്റാച്ച്ഡ് അറ്റ് 3 സൈഡ്സസ്. അടുത്തത് നമ്മുടെ FAR പോലെ വേറൊരു വാല്യൂ ആണ് വോളിയം ടു പ്ലോട്ട് ഏരിയ റേഷ്യോ. ഇറ്റ് ഈസ് എ വോളിയം ഓഫ് ദ ബിൽഡിംഗ് ഇൻ ദ m³ ടു ദ ഏരിയ ഓഫ് ദ പ്ലോട്ട് ഇൻ m². ഇതിനെയാണ് വോളിയം പ്ലോട്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും. അടുത്തത് അക്കോമഡേഷൻ റിസർവേഷൻ അല്ലെങ്കിൽ AR എന്ന് പറയും. ഇതൊരു പ്ലാനിങ് ടൂളാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ റീഡെവലപ്മെൻറ്റ് നടക്കുകയാണെങ്കിൽ അവിടെയുള്ള ലോക്കൽ അതോറിറ്റീസ് കുറച്ച് ഏരിയ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസർവ് ചെയ്ത് വേറെ ഒന്നിനും വിടാതെ റിസർവ് ചെയ്ത് വെക്കും. കാരണം പിന്നീട് കോമ്പൻസേഷൻ കൊടുത്ത് പുതിയ ലാൻഡ് മേടിക്കേണ്ടി വരരുത്. അതിനു വേണ്ടിയിട്ട് ഇതിനെ പറയുന്ന പേരാണ് അക്കോമഡേഷൻ റിസർവേഷൻ. അടുത്തത് തന്നിരിക്കുന്ന ടേബിളിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒക്യുപ്പൻസീസും അവരുടെ കളർ കോഡിങ്സും ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മൾ പിന്നീട് കാണും. ലൈക്ക് ABCD ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഡിഫറെൻറ്റ് ഒക്യുപ്പൻസീസിന്. അത് നമ്മൾ പിന്നീട് കാണുന്നതായിരിക്കും. ഇവിടെ കളർ കോഡിങ്സും നോക്കാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ യെല്ലോ കളർ ആയിരിക്കും. റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് അറിയാലോ, സാധാരണ നമ്മൾ താമസിക്കുന്ന വീട്, അതുപോലെ ലോഡ്ജസ്, അതൊക്കെ റെസിഡൻഷ്യലിൽ വരുന്നതാണ്. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ റെഡ് കളർ ആയിരിക്കും. കൊമേഴ്ഷ്യലിനകത്ത് വരുന്നത് റീറ്റെയിൽ ഷോപ്സ്, സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ ഹോൾസെയിൽ ഷോപ്പ്, ചെറിയ റെഗുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ്, സർവീസ് സെക്ടർ, അതുപോലെ ഇൻഫോർമൽ ആയിട്ടുള്ള മാർക്കറ്റ്, അതൊക്കെയാണ് കൊമേഴ്ഷ്യലിൽ വരുന്നത്. നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ കളർ പർപ്പിൾ ആണ്. ഇൻഡസ്ട്രിയലിൽ സർവീസ് വരാം, ലൈറ്റ് ഇൻഡസ്ട്രി വരാം, എക്സ്റ്റെൻസീവ് അല്ലെങ്കിൽ ഹെവി ഇൻഡസ്ട്രീസ് വരാം, അതൊക്കെയാണ് ഇൻഡസ്ട്രീസിൽ വരുന്നത്. നെക്സ്റ്റ് പ്രൈമറി ആക്ടിവിറ്റീസ് നടക്കുന്നത്, അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ പൗൾട്രി ഫാമിങ്, ഫോറസ്റ്റ്, ഹോർട്ടിക്കൾച്ചർ, അങ്ങനെയുള്ള പ്രൈമറി ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലങ്ങൾക്ക് ഡാർക്ക് ഗ്രീൻ കളർ കോഡായിരിക്കും. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ അൺഡെവലപ്പബിൾ യൂസ് സോൺ, അതിന് ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും. അതായത് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, അതുപോലെ സാങ്ച്വറീസ്, അതിനൊക്കെ ലൈറ്റ് ബ്ലൂ കളർ ആയിരിക്കും. പിന്നെ സ്പെഷ്യൽ ഏരിയാസിന് പിങ്ക് കളർ ആയിരിക്കും. സ്പെഷ്യൽ ഏരിയാസിന്
ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ സീനിക് ബ്യൂട്ടിയുള്ള പ്രിസർവ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹെറിറ്റേജ് സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ, അതൊക്കെയാണ് സ്പെഷ്യൽ ഏരിയാസ്. അതൊക്കെ പിങ്ക് കളർ കോഡ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മിക്സഡ് യൂസ്, അതായത് മിക്സഡ് ഇൻഡസ്ട്രിയൽ സോൺ ആവാം, മിക്സഡ് റെസിഡൻഷ്യൽ സോൺ ആവാം, മിക്സഡ് കൊമേഴ്ഷ്യൽ സോൺ ആവാം. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഒരേ സോണിൽ തന്നെ നടക്കുന്നത്. അങ്ങനെയുള്ളതാണെങ്കിൽ ലൈറ്റ് യെല്ലോ കളർ വിത്ത് വെർട്ടിക്കൽ ബ്ലാക്ക് ഹാച്ചിങ് ഉള്ളതായിരിക്കും കളർ കോഡിങ്സ്. നെക്സ്റ്റ് റിക്രിയേഷണൽ പർപ്പസ്, അതായത് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡന്, അതിനൊക്കെ ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. ലാസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേ കളറായിരിക്കും. നെക്സ്റ്റ് സൈസ് ഓഫ് പ്ലോട്ട്. അപ്പോൾ ബേസിക് ബിൽഡിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഇനിയും നോക്കാൻ പോകുന്നത്. അതിനകത്താണ് സൈസ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് റെസിഡൻഷ്യൽ പ്ലോട്ടാണ് നമ്മുടെ എങ്കിൽ പ്ലോട്ട് സൈസ് ഡിറ്റാച്ച്ഡ് ബിൽഡിങ്ങിന് മിനിമം 250 മീറ്റർ സ്ക്വയർ എങ്കിലും വേണം. ഫ്രണ്ടേജ് 12 മീറ്റർ എങ്കിലും വേണം. അതുപോലെ സെമി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ് ആണെങ്കിൽ മിനിമം 125 to 250 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. 8 to 12 മീറ്റർ ഫ്രണ്ടേജ് വേണം. നെക്സ്റ്റ് റോഡ് ടൈപ്പ് ബിൽഡിംഗ് ആണെങ്കിൽ 50 to 125 മീറ്റർ സ്ക്വയറും 4.5 to 8 മീറ്റർ ഫ്രണ്ടേജും വേണം. ഇൻഡസ്ട്രിയൽ പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ പ്ലോട്ട് സൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 300 മീറ്റർ സ്ക്വയർ. അതുപോലെ വിഡ്ത്ത് 15 മീറ്ററിനേക്കാളും കുറയാൻ പാടില്ല. അടുത്തത് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് മിനിമം റിക്വയർമെൻറ്റ് ഫോർ ദ പ്ലോട്ട്. അതാണ് ബേസിക് ഓരോ കമ്പോണൻസ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഓരോ കമ്പോണൻസ്, റൂം, കിച്ചൺ, പാൻട്രി, ബാത്റൂം, അങ്ങനെ ഓരോ കമ്പോണൻസ് അവരുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് അതാണ് പറഞ്ഞത്. ഫസ്റ്റ് കോളത്തിൽ ഗ്രേറ്റർ ദാൻ 50 മീറ്റർ സ്ക്വയർ, ഫസ്റ്റ് കോളത്തിൽ ലെസ് ദാൻ 50 മീറ്റർ സ്ക്വയർ, സെക്കൻഡ് കോളത്തിൽ ഗ്രേറ്റർ ദാൻ 50 മീറ്റർ സ്ക്വയർ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഹാബിറ്റബിൾ റൂം, അതായത് സാധാ റൂംസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഏരിയ 750 മീറ്റർ സ്ക്വയർ മിനിമം വേണം. അതുപോലെ വിഡ്ത്ത് 2.1 മീറ്റർ, ഹൈറ്റ് 2.75 മീറ്റർ മിനിമം വേണം. 50 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടിയ പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഏരിയ ഡിഫറെൻ്റ് ആണ്. 9.5 മീറ്റർ സ്ക്വയർ ആണ് വേണ്ടത്. വിഡ്ത്ത് 2.4 മീറ്റർ ആണ് വേണ്ടത്. കിച്ചൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഇടയ്ക്ക് ഒരു എക്സാമിന് ചോദിച്ചിരുന്നു. പക്ഷേ ഈ കോഡ് പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. അതായത് മിനിമം ഏരിയ റിക്വയർമെൻറ്റ് ഓഫ് ദ കിച്ചൺ ആണ്. അപ്പോൾ കോഡ് പഠിച്ചിട്ട് പോകുന്ന ആൾക്കറിയാം ലെസ് ദാൻ 50 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 3.3യും ഗ്രേറ്റർ ദാൻ 50 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ 4.5 ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു കൺഫ്യൂഷൻ, ഇങ്ങനെയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻസർ വന്നത് 4.5 മീറ്റർ സ്ക്വയർ ആണ്. സോ അപ്പോൾ രണ്ട് വാല്യൂ നമ്മൾ പഠിച്ചിരിക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ദ കിച്ചൺ എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ് മിനിമം. ഹൈറ്റ് 2.75 ആണ് മിനിമം. പാൻട്രിക്ക് ലെസ് ദാൻ 50 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഏരിയ അങ്ങനെയൊന്നും ആപ്ലിക്കബിൾ, മിനിമം റിക്വയർമെൻ്റ് ഒന്നും ആപ്ലിക്കബിൾ അല്ല. 50 മീറ്റർ സ്ക്വയറിനേക്കാളും കൂടുതലാണെങ്കിൽ പാൻട്രി ഏരിയ 3 സ്ക്വയർ മീറ്ററും വിഡ്ത്ത് 1.4 മീറ്ററും ഹൈറ്റ് 2.75 ആണ്. മോസ്റ്റ്ലി എല്ലാത്തിനും 2.75 ആണ്. പിന്നെ ചെറിയതായിട്ടുള്ള ഫോർ എക്സാമ്പിൾ ബാത്റൂം പോലുള്ളതിനൊക്കെയാണ് 2.2 മീറ്റർ മിനിമം റിക്വയർമെൻറ്റ് വരുന്നത്. ബാത്റൂമിൻ്റെ 50 മീറ്റർ സ്ക്വയറിനേക്കാളും താഴെയുള്ള പ്ലോട്ടിലാണെങ്കിൽ 1.2 മതി ഏരിയ. 50 മീറ്റർ സ്ക്വയറിനേക്കാൾ കൂടുതലാണെങ്കിൽ 1.8 വേണം ബാത്റൂമിൻ്റെ ഏരിയ. അതുപോലെ വിഡ്ത്ത് 1 മീറ്ററും 1.2 മീറ്ററുമാണ്. നെക്സ്റ്റ് വാട്ടർ ക്ലോസറ്റ് 1 മീറ്റർ 1.1 മീറ്റർ. ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്യുന്നില്ല. വിഡ്ത്ത് 0.9 മീറ്ററും ഹൈറ്റ് 2.2 മീറ്ററുമാണ്. സോ കമ്പൈൻഡ് ബാത്റൂമും വാട്ടർ ക്ലോസറ്റും ആണെന്നുണ്ടെങ്കിൽ ഏരിയ 1.8 മീറ്റർ സ്ക്വയറും ഗ്രേറ്റർ ദാൻ 50 മീറ്റർ സ്ക്വയർ പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ 2.8 മീറ്റർ സ്ക്വയറും ആണ് വേണ്ടത്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കിച്ചൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ഇടയ്ക്ക് എക്സാമിന് ചോദിക്കേണ്ടായത്. നെക്സ്റ്റ് ഡോറിൻ്റെ വിഡ്ത്താണ്. ഡോറിൻ്റെ വിഡ്ത്ത് പറയുകയാണെങ്കിൽ ഹാബിറ്റായിട്ടുള്ള, അതായത് സാധാ റൂംസ് ഒക്കെ വരുമ്പോൾ വിഡ്ത്ത് 0.8 മീറ്റർ ആണ്. ഇത് ലെസ് ദാൻ 50 മീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ 50 മീറ്റർ സ്ക്വയർ ആണെങ്കിൽ വിഡ്ത്ത് 0.9 മീറ്റർ സ്ക്വയർ. ഹൈറ്റ് 2 മീറ്റർ, ഹൈറ്റ് 2.2 മീറ്റർ. നെക്സ്റ്റ് ഇത് ഡോർവേയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഹാബിറ്റബിൾ റൂമിൻ്റെ ഹൈറ്റ് നമുക്കറിയാം മിനിമം 2.75 വേണം. പക്ഷെ അവിടുത്തെ ഡോറിൻ്റെ ഹൈറ്റ് മിനിമം 2 മീറ്റർ വേണം. അടുത്തത് ബാത്റൂം, കിച്ചൺ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ വിഡ്ത്ത് 0.75 മതി ഡോറിന്, ഹൈറ്റ് 2 മീറ്റർ മതി. സ്റ്റെയർ കേസിൻ്റെ വിഡ്ത്ത് മിനിമം 0.75,
സാധാ റെസിഡൻഷ്യൽ വീടുകൾക്ക് if the area of the plot is less than 50 meter square. അതുപോലെ width 0.9 meter if the area of the plot is greater than 50 meter square. അടുത്തത് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിൽഡിംഗ് ആണ്. എ ടൈപ്പ്, ബി ടൈപ്പ്, സി ടൈപ്പ്, ഡി ടൈപ്പ്, ഇ, എഫ്, ജി, എച്ച്, ഐ ഇല്ല, ജെ ആണ്. അപ്പോൾ എ, ബി, സി, ഡി, ഇ, എഫ്, ജി, ഐ ഇല്ല, എച്ച്, ജെ ആണ്. ഇത് പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു വഴിയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യലാണ്. അപ്പോൾ ആർ, ഇ, ഡി, ബി, ഇൻ, സി, എ, അസംബ്ലി, സോറി ഡി, ദാറ്റ് ഇസ് അസംബ്ലി എ, ബി, ബിസിനസ്, ഇടത്, എഫിൻ്റെത് മർക്കൻറ്റൈൽ എം ഇ, ഇൻഡസ്ട്രിയൽ ജി ഐ എൻ, എച്ചിൻ്റെത് സ്റ്റോറേജ് ഫുള്ളായിട്ട്, ജെയുടേത് ഹസാഡ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പോർഷൻ ഇത്രയും വെച്ചിട്ട് നമുക്കൊരു കോഡ് പഠിച്ചു വയ്ക്കാം. ആർ ഇ ഡി റെഡ്, ആർ ഇ ഡി റെഡ്, ഇൻ എ bus, me in storage hazard. ഇതാണ് കോഡ്. റെഡ് ഇൻ എ ബസ്, മീ ഇൻ സ്റ്റോറേജ് ഹസാഡ്. റെഡ്, ആർ ഇ ഡി റെഡ്, ഇൻ എ ബസ്, മീ ഇൻ സ്റ്റോറേജ് ഹസാഡ്. ആർ എ, ഇ ഡി എഡ്യൂക്കേഷൻ, ബി ഇൻസ്റ്റിറ്റ്യൂഷണൽ, സി ഐ എൻ സി, എ ഫോർ അസംബ്ലി, ഡി ബിസിനസ്, ബി ബസ്, ഇ. നെക്സ്റ്റ് എഫ് മർക്കൻറ്റൈൽ എം ഇ, എഫ് ഇൻഡസ്ട്രിയൽ ജി ഐ എൻ, സ്റ്റോറേജ് എച്ച്, ജെ. KMBR ക്ലാസിഫിക്കേഷനിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് 2016 നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ചിട്ടുള്ളതാണിത്. അപ്പോൾ കോഡ് റെഡ് ഇൻ എ ബസ്, മീ ഇൻ സ്റ്റോറേജ് ഹസാഡ്. റെഡ് ഇൻ ബസ്, റെഡ് ഇൻ എ ബസ്, മീ ഇൻ സ്റ്റോറേജ് ഹസാഡ്. അടുത്തത് ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് കൺസ്ട്രക്ഷൻ 1, 2, 3, 4 അങ്ങനെ ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് നമുക്ക് കാണാം. ഇനി അടുത്തത് ഏരിയ ആൻഡ് ഹൈറ്റ് ലിമിറ്റേഷൻ ആണ്. എപ്പോഴും ഒരു ബിൽഡിങ്ങിൻ്റെ മാക്സിമം ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ റോഡ് അബട്ടിംഗ് പ്ലസ് ദ ഫ്രണ്ട് ഓപ്പൺ സ്പേസ് subjected to a maximum requirement of the front open space of a maximum 16 meter. മാക്സിമം ഹൈറ്റ് ഓഫ് എ ബിൽഡിംഗ് ഒരിക്കലും 1.2 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ റോഡ് പ്ലസ് ദ ഫ്രണ്ട് ഓപ്പൺ സ്പേസിനേക്കാളും കൂടാൻ പാടില്ല. ഇനി അടുത്ത റിക്വയർമെൻറ്റ്സ് ഓഫ് ദ പാർട്സ് ഓഫ് എ ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് കുറേയൊക്കെ നമ്മൾ കണ്ടതൊക്കെ സ്കിപ്പ് ചെയ്യാം, ബാക്കിയെല്ലാം നോക്കാം. ഫസ്റ്റ് പറയുന്നത് പ്ലിന്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഗ്രൗണ്ട് ലെവൽ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 450 mm ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 450 mm നിന്നും കുറയാൻ പാടില്ല പ്ലിന്തിൻ്റെ ഹൈറ്റ്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഹാബിറ്റാറ്റബിൾ റൂം, നമ്മളിത് കണ്ടതാണ്. ഹൈറ്റ് 2.75 മീറ്റർ മിനിമം വേണം. അതുപോലെ ബീമിനൊക്കെ താഴെയുള്ള ക്ലിയർ ഹെഡ് റൂം 2.4 മീറ്റർ വേണം. എഡ്യൂക്കേഷണൽ ഓർ ഇൻഡസ്ട്രിയൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഹൈറ്റ് 3.6 മീറ്റർ മിനിമം വേണം. പിന്നെ ഹാബിറ്റബിൾ ഏരിയ, കിച്ചണൊക്കെ കണ്ടതാണ്, ബാത്റൂമൊക്കെ കണ്ടതാണ്. വേറെ ഒരെണ്ണം മെയ്സൺ ഫ്ലോറാണ്. മെയ്സൺ ഫ്ലോറിൻ്റെ മിനിമം ഹൈറ്റ് 2.2 മീറ്റേഴ്സ്. അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ മെയ്സൺ ഫ്ലോറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഷുഡ് നോട്ട് എക്സീഡ്സ് 1/3 ഓഫ് ദ മെയിൻ ഫ്ലോർസ് അല്ലെങ്കിൽ അതർ ഫ്ലോർസ്. സ്റ്റോറൊക്കെ ആണെങ്കിൽ മിനിമം ഹൈറ്റ് 2.2 മീറ്റർ, ഏരിയ 3 മീറ്ററിനേക്കാളും കൂടുതലായിരിക്കണം. ബേസ്മെൻറ്റ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ബേസ്മെൻറ്റ് ഫ്ലോറിൻ്റെ ഹൈറ്റ് അറ്റ്ലീസ്റ്റ് 2.4 മീറ്ററെങ്കിലും വേണം. ചിമ്മിനി അറ്റ്ലീസ്റ്റ് 0.9 മീറ്റർ എബവ് ദ ഫ്ലാറ്റ് റൂഫിൽ വേണം പണിയാൻ. അതുപോലെ പാരപ്പറ്റിൻ്റെ ഹൈറ്റ് 1 മീറ്ററിനേക്കാളും കുറയാനും പാടില്ല, 1.2 മീറ്ററിനേക്കാളും കൂടാനും പാടില്ല. KMBRൽ ഇത് 1.2 മീറ്ററിനായിരുന്നു തന്നിരുന്നത്. നെക്സ്റ്റ് ക്യാബിൻ സ്പേസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഏരിയ ഒരിക്കലും 3 മീറ്റേഴ്സിനേക്കാളും കുറയാൻ പാടില്ല. മിനിമം വിഡ്ത്ത് 1 മീറ്റർ ആയിരിക്കണം.
ഇനി അടുത്ത സെപ്റ്റിക് ടാങ്കിൻ്റെ ഡയമെൻഷൻസ് ആണ്. സെപ്റ്റിക് ടാങ്കിൻ്റെ മിനിമം വിഡ്ത്ത് 750 mm ആണ്. മിനിമം ഡെപ്ത്ത് ഓഫ് ദ വാട്ടർ ലെവൽ മിനിമം ഡെപ്ത്ത് എന്ന് പറയുന്നത് യൂഷ്വൽ വാട്ടർ ലെവലിൽ നിന്നും 1 മീറ്റർ താഴെ ആയിരിക്കണം. മിനിമം ഡെപ്ത്ത് 1 മീറ്റർ താഴെ ആയിരിക്കണം വാട്ടർ ലെവലിൽ നിന്നും. അതുപോലെ മിനിമം ലിക്വിഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 m3. ലെങ്ത് ഓഫ് ദ ടാങ്ക് യൂഷ്വലി 2 to 4 times ദാറ്റ് ഓഫ് ദ വിഡ്ത്ത് ആയിരിക്കും. മിനിമം നോമിനൽ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് യൂസ്ഡ് ഇൻ ദ സെപ്റ്റിക് ടാങ്ക് എന്ന് പറയുന്നത് 100 mm ആണ്. സെപ്റ്റിക് ടാങ്കിലെ വെന്റിലേറ്റിംഗ് പൈപ്പിൻ്റെ ലീസ്റ്റ് ഡയമീറ്റർ 50 mm ആണ്. നോമിനൽ ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് യൂസ്ഡ് ഇൻ ദ സെപ്റ്റിക് ടാങ്ക് 100 mm അതുപോലെ വെന്റിലേറ്റിംഗ് ആണെങ്കിൽ മിനിമം 50 mm ഡയമീറ്റർ ആണ്. ഇനി അടുത്തത് സ്റ്റെയറിൻ്റെ റിക്വയർമെൻറ്റ്സ് നോക്കാം. സ്റ്റെയറിൻ്റെ മിനിമം ത്രെഡ് വിഡ്ത്ത് വിത്തൗട്ട് ന്യൂസിങ് എന്ന് പറയുന്നത് 300 mm. റൈസിൻ്റെ മാക്സിമം ഹൈറ്റ് 15 mm ആണ്. റെസിഡൻഷ്യൽ ആയിട്ടുള്ളതാണ് പറയുന്നത്. പിന്നെ ഒരു നമ്പർ ഓഫ് റൈസേഴ്സ് പെർ ഫ്ലൈറ്റ് 12 ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം ഹെഡ് റൂം കൊടുത്തിരിക്കുന്നത് 2.2 മീറ്റർ ആണ്. ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നാഷണൽ ബിൽഡിംഗ് കോഡ് അനുസരിച്ച് 2.2 മീറ്റർ ആണെങ്കിൽ യൂഷ്വലി 2.1 മീറ്റർ ആണ്. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻ നാഷണൽ ബിൽഡിംഗ് കോഡിന് എടുത്ത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ 2.1 മീറ്റർ ആണ് കൊടുക്കേണ്ടത്. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി വോൾട്ടേജ് ക്യാരിയിങ് ലൈൻസ് ആൻഡ് ദ ബിൽഡിങ്സ് ആണ്. ലോ വോൾട്ടേജ് ക്യാരിയിങ് ലൈൻസ് ആണെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.5 മീറ്ററും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നും 1.2 മീറ്ററും ആയിരിക്കണം. ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 3.7 മീറ്റർ വെർട്ടിക്കലും 1.2 മീറ്റർ ഹൊറിസോണ്ടലും ആയിരിക്കണം. ഹൈ വോൾട്ടേജ് എബോവ് 11,000 kV ആണെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലി 3.7 മീറ്റർ മതി, പക്ഷേ ഹൊറിസോണ്ടലി 2 മീറ്റർ വേണം. ഇനി അടുത്തത് പാർട്ട് 4 ഫയർ ആൻഡ് ലൈഫ് സേഫ്റ്റി. ഇതിനകത്ത് റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസസ് ഓഫ് ബിൽഡിംഗ് ബേസ്ഡ് ഓൺ ദെയർ ഫയർ റെസിസ്റ്റൻസ്. ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അവിടെ ഫയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 hours ആയിരിക്കും. അതായത് 4 hours വരെ ഇവർക്ക് ഫുള്ളി കത്താതെ പിടിച്ചു നിൽക്കാൻ പറ്റും. ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസ് 3 hours. ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസ് 2 hours. ടൈപ്പ് 4 ഫയർ റെസിസ്റ്റൻസ് 1 hour. അതായത് ടൈപ്പ് താഴോട്ട് വരുന്നതോടെ ഫയർ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. 1, 2, 3, 4 അങ്ങനെ. ഇനി അടുത്ത ഡിഫറെൻറ്റ് ഫയർ സ്റ്റോൺസ് ആണ്. അതായത് നമ്മുടെ സിറ്റിയിൽ അല്ലെങ്കിൽ അർബൻ ആയിട്ടുള്ള ഏരിയസിൽ അതോറിറ്റീസ് തന്നെ ഡിഫറെൻറ്റ് ഫയർ സോൺസ് ഫിക്സ് ചെയ്യും ബേസ്ഡ് ഓൺ ദ ഫയർ ഹസാർഡ് ഓഫ് ദാറ്റ് ഏരിയ. എന്നിട്ട് അവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ അതിനനുസരിച്ചായിരിക്കും ലിമിറ്റ് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫയർ സോൺസ് 1, 2, 3 അങ്ങനെ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫയർ സോൺ 1 ആണെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫ് ബിൽഡിങ്, ഇപ്പോൾ നമ്മൾ കണ്ട ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് ബിൽഡിങ്ങും അലൗഡ് ആയിരിക്കും, കൺസ്ട്രക്ഷൻ അലൗഡ് ആയിരിക്കും. ഫയർ സോൺ 2 ആണെന്നുണ്ടെങ്കിൽ അവിടെ 1, 2, 3 മാത്രമേ അലൗഡ് ആയിരിക്കത്തുള്ളൂ. അതായത് 1 hour ഫയർ റെസിസ്റ്റൻസ് ഉള്ള ബിൽഡിങ്സ് ഒന്നും അവിടെ പണിയാൻ പറ്റില്ല. ഫയർ സോൺ 3 ആണെങ്കിൽ 1 or 2 കൺസ്ട്രക്ഷൻ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ഫയർ റെസിസ്റ്റൻസ് 4 hour 3 hour ഉള്ള ബിൽഡിങ്സ് മാത്രമേ ഫയർ സോൺ 3യിൽ പറ്റത്തുള്ളൂ. എത്ര ഫയർ സോൺ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ഏരിയയിൽ എത്ര ഫയർ സോൺ വേണം എന്നുള്ളത് അവിടുത്തെ ടൈപ്പ് ഓഫ് ഒക്യുപ്പൻസി എങ്ങനെയുള്ള ബിൽഡിങ്സ് ആണ് അവിടെ ഉള്ളത് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. അടുത്തത് ഫയർ സോൺ 1ൽ വരാൻ പറ്റുന്ന ബിൽഡിങ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂഷ്വലി റെസിഡൻഷ്യൽ ബിൽഡിങ്, എഡ്യൂക്കേഷണൽ ബിൽഡിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ, അസംബ്ലി, അതുപോലെ തന്നെ സ്മോൾ ബിസിനസ്സസ്, റീറ്റെയിൽ, മർച്ചൻറ്റൈൽ ഇവരൊക്കെയാണ് ഫയർ സോൺ 1ൽ വരുന്നത്. ഫയർ സോൺ 2ൽ അലൗഡ് ആയിട്ടുള്ള വരുന്ന ബിൽഡിങ്സ് എന്ന് പറയുന്നത് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈ ഹസാർഡ് ആയിട്ടുള്ള അതൊന്നും പറ്റില്ല. ഹൈ ഹസാർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒന്നും പറ്റില്ല. അല്ലാതുള്ള ഇൻഡസ്ട്രീസും ബിസിനസ്സും പറ്റും. ഫയർ സോൺ 3ൽ വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഹൈ ഹസാർഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഏരിയാസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ബിൽഡിങ്സ്, ഹസാർഡസ് സ്റ്റോറേജ് ബിൽഡിങ്സ് അങ്ങനെയൊക്കെയാണ് ഫയർ സോൺ 3ൽ വരുന്നത്. ഇനി നമ്മൾ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ കൊടുത്തിരിക്കുന്ന സ്റ്റെയർ കേസിൻ്റെ വിഡ്ത്തിൻ്റെ ലിമിറ്റാണ്. ഇത് ഓൾമോസ്റ്റ് ബിൽഡിംഗ് റിക്വയർമെൻറ്റിലും സെയിം ആണ്, അതുകൊണ്ടാണ് അവിടെ കൊടുക്കാതിരുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസിൻ്റെത് 1 മീറ്റർ ആണ്.
അതുപോലെ ഇത് ഫയർ ഫൈറ്റിങ്ങിന് ഫയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി പ്രൊവിഷൻസ് അനുസരിച്ച് സ്റ്റെയർ കേസിന് എത്ര വിഡ്ത്ത് വേണം എന്നുള്ളതാണിത്. റെസിഡൻഷ്യൽ ഹോട്ടൽ ബിൽഡിംഗ് ആണെങ്കിൽ 1.2 മീറ്റർ, ദെൻ അസംബ്ലി ബിൽഡിങ് ലൈക്ക് ആഡിറ്റോറിയം ഒക്കെ ആണെങ്കിൽ 2 മീറ്റേഴ്സ്, എഡ്യൂക്കേഷണൽ ബിൽഡിങ് അപ് ടു 30 മീറ്റർ ഹൈറ്റ് ആണെങ്കിൽ 1.5 മീറ്റർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലൈക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ 2 മീറ്റർ, ബാക്കിയുള്ള ബിൽഡിങ്സിനൊക്കെ 1.5 മീറ്ററാണ് വിഡ്ത്ത് ഓഫ് ദ സ്റ്റെയർ കേസ് ബേസ്ഡ് ഓൺ ദി ഫയർ ആൻഡ് സേഫ്റ്റി പ്രൊവിഷൻസ്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാഷണൽ ബിൽഡിംഗ് കോഡ്സിലുള്ളത്. ബാക്കിയുള്ള ഇനി എന്തായാലും നമ്മൾ പോയിന്റ്സ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനോട് കൂടി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. ബാക്കി വീഡിയോസ് കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്